Hi all, this is Thursday morning. Thank you for your support for the last video. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആ ഇഷ്യൂ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തേ പിന്നെ അന്നത്തെ പോലെ തന്നെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം ഈ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും നടക്കത്തില്ലല്ലോ. അവിടെ അന്നും ഒന്നും നടന്നില്ല, ഇപ്പോഴും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു റിഗ്രറ്റ് ഉണ്ട് കേട്ടോ. അന്ന് ഞാനൊരു കേസുമായിട്ട് മുൻപോട്ട് പോയിരുന്നാൽ മതിയായിരുന്നു എന്ന് പിന്നീടുള്ള ന്യൂസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്കൊരു തലക്കറി വെക്കാം. ഇത് ഞാൻ ഇന്നലെ രാത്രി വെച്ചതാണ് കേട്ടോ. ആദ്യത്തെ ക്ലിപ്പിൽ കണ്ടത് ഞാനത് രാവിലെ ചൂടാക്കിയെടുത്തതാണ്. ഇന്നിവിടെ 200 രൂപയ്ക്ക് അത്യാവശ്യം സൈസുള്ള ഒരു ചൂര കിട്ടിയിരുന്നു. അമ്മ അത് കണ്ടിച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഈ ഡോൾബി പീസസ്, അതായത് ഈ മുള്ളും തലയും വാലിൻ്റെ അറ്റവും അങ്ങനെ ഒരു ഭംഗിയില്ലാത്ത കുറേ പീസുകൾ അമ്മ ഈ ടപ്പർ വെയറിൽ വെച്ചിരുന്നു. അത് തലക്കറി വെക്കാൻ പോവുകയാണ് ഞാൻ. ചട്ടിയിലേക്ക് മീൻ്റെ ആ പീസുകളൊക്കെ ഇട്ടിട്ട് ഒരു പഴുത്ത തക്കാളി, ഒരു 2-3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പൊടികളായിട്ട് ഇതിൽ കുറച്ചധികം മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. മുളക് പൊടി കുറച്ച് മതി കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും, എടുക്കുന്ന മീനിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്തുമല്ലോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും. ഇതിൽ വേണമെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ലേശം വിനാഗിരി ഒഴിക്കാം കേട്ടോ, പുളിയൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോഴത്തെ തക്കാളികൾക്ക് അങ്ങനെ പുളിയൊന്നുമില്ല. ലേശം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തേങ്ങയുടെ 2ാം പാലാണ്. അമ്മ വൈകുന്നേരം തന്നെ കുറച്ച് തേങ്ങയൊക്കെ തിരികെ വെച്ചിരുന്നു. കറി വയ്ക്കത്തില്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോ എടുക്കാനുള്ളതാണെന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചിട്ട്, 2ാം പാൽ കുറച്ച് നീട്ടി തന്നെ എടുക്കാം കേട്ടോ. ഇത് തിളപ്പിച്ച് നമുക്ക് ഇത്തിരി വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് കുറച്ച് നീട്ടിയെടുത്ത 2ാം പാൽ ഒഴിച്ച്, വലുതും പിന്നെ അത്യാവശ്യം മാംസമുള്ള മീനായതുകൊണ്ട് തീ സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം. അതിങ്ങനെ ഒന്ന് വറ്റി മേലെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ആ പീരയൊക്കെ മേളിലോട്ട് ഇങ്ങനെ ഒതുങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാൽ ഒഴിക്കാം. ഷാപ്പിലും മറ്റുമൊക്കെയുള്ള തലക്കറി നല്ല ചുവന്നിരിക്കുന്നത് അത് വേറെ ടൈപ്പ് കറിയാണ് കേട്ടോ. ഇതിനിപ്പോൾ സൂപ്പെന്നോ തലക്കറിയെന്നോ എന്ത് വേണേലും വിളിക്കാം. ലില്ലിയമ്മച്ചി അമ്മയൊക്കെ ഇതുണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട വെള്ളത്തിൽ, അധികം ചാറുണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിവിടെ മമ്മിയുടെ റെസിപ്പിയാണ്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ മീനിൻ്റെ മുഷിപ്പ് കുറയും. പിന്നെ മീനിൻ്റെ മുഷിപ്പ് കുറയാനായിട്ട് നമ്മളിത് ടപ്പർ വെയറിലോ മറ്റോ ആക്കി വെക്കുമ്പോൾ അതിലേക്ക് 2-3 കുടംപുളിയുടെ പീസും കൂടി ഇട്ടാൽ ആ ചൂരയുടേതായിട്ടുള്ളൊരു മണം ഉണ്ടല്ലോ, അതൊന്ന് കുറഞ്ഞു കിട്ടും. ഇനി ചെറിയൊരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയോ ചെറിയുള്ളിയോ എന്താണെന്ന് വെച്ചാൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചുവന്ന മുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ചുമ്മാ പിരിയമുളകും കറിവേപ്പില എല്ലാത്തിനും താളിച്ചിടുന്നതുകൊണ്ട് അതിവിടെ പെട്ടെന്ന് കഴിയും. എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ ലേശം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് അത് താളിച്ചെടുത്തത്. താളിക്കുമ്പോൾ അല്പം കാശ്മീരി മുളക് പൊടി ഇട്ടാൽ കറിയുടെ മേലെ ഒരു പ്രത്യേക നിറമൊക്കെ വരും. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഭക്ഷണമാണെങ്കിലും അത് കഴിക്കുന്നത് ആദ്യം നമ്മുടെ കണ്ണാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാഴ്ചയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ കഴിച്ചോളും. നമ്മുടെ ഈ മിനിസ്റ്റേഴ്സൊക്കെ ഇല്ലേ, ഹെൽത്ത് മിനിസ്റ്റർ, ടൂറിസം മിനിസ്റ്റർ, അങ്ങനെ ഇവരെയൊക്കെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി എപ്പോഴെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഇപ്പോൾ ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ അക്കൗണ്ട് മാനേജ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒരു ടീം തന്നെയുണ്ട്. നമ്മൾ ഇവർക്കൊന്നും അയക്കുന്ന ഒരു മെസ്സേജ് പോലും അവർ കാണാതെ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ മൂൺ ഗോഡസ്, സൂസമ്മ ടോക്സ്, ഇവർക്കൊക്കെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ടീമുണ്ട്. അപ്പോൾ അതുപോലെ എന്തുകൊണ്ട് ഈ മിനിസ്റ്റേഴ്സിനൊക്കെ ഇവരുടെ ഈ അക്കൗണ്ട്സും അതിൽ വരുന്ന മെസ്സേജസും നോക്കാനായിട്ടൊരു ടീമില്ല? ഇനി ഉണ്ടായിട്ടും മൈൻഡ് ചെയ്യാത്തതാണോ എന്നറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ ആദ്യം വരുന്ന മെസ്സേജസിനൊക്കെ അവർക്ക് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാമല്ലോ. കാരണം വണ്ടാനത്ത് നടക്കുന്ന ഈ ഒരു അഴിമതിനെയൊക്കെ കുറിച്ച് ഞാൻ ആദ്യം മെസ്സേജ് അയക്കുന്നത് വീണ ജോർജിനാണ്. അത് ഇതുവരെ കണ്ടിട്ടില്ല, കാണത്തില്ലായിരിക്കും. ഞാനിത് ചുമ്മാ കുത്തിപ്പൊക്കുന്നതാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇങ്ങനൊരു സംഭവം നടക്കുന്നല്ലോ എന്നുള്ളത് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ കൊതുകാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഡെലിവറി കഴിഞ്ഞ കുട്ടീനെ, അതായത് നവജാത ശിശുവിനെ പുറത്തോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് എപ്പോൾ ബെഡ് കിട്ടുന്നോ, അതായത് വാർഡിൽ എപ്പോൾ ബെഡ് ഒഴിയുന്നോ അപ്പോഴേ ഈ കുഞ്ഞിനെയും ബെഡിലേക്ക് കൊണ്ടുപോകും. അതുവരെ ഈ കുട്ടീനെ പുറത്തുള്ള ബൈസ്റ്റാൻഡറിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ കൊടുത്തേക്കും. ഞാൻ ഇറങ്ങി രാത്രി ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്ത് ആ തറയിൽ ഇരിക്കാനുള്ള സീറ്റ്സൊക്കെ അപ്പോഴേക്കും നിറഞ്ഞിട്ടുണ്ടാവും. ആ തറയിൽ നമ്മൾ എന്ത് ആഗ്രഹത്തോടെ വാങ്ങിക്കുന്ന ബേബി ബെഡ്സൊക്കെയാണെന്നറിയാമോ ആ തറയിൽ കിടക്കുന്നത്? ഇതൊന്നുമല്ല, എന്തെങ്കിലും പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരണമെങ്കിൽ അകത്ത് കിടക്കുന്ന ആളുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ അച്ഛൻ, അമ്മായി അച്ഛൻ, ഇവരാരെങ്കിലും ആയിരിക്കുമല്ലോ പുറത്തുള്ളത്. ഒരു ചേട്ടൻ ദോശയോ മറ്റോ ആണ് ഒരു പൊതിയും കൊണ്ട് ആ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് അത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ പുള്ളിക്കാരി അകത്തോട്ട് വന്നപ്പോൾ അവിടെ ഇരുന്ന ആ വാച്ചർ, ഷി വാസ് എ ലേഡി, അവർ ചോദിക്കുക, നീയൊക്കെ എന്തിനാ ചുമ്മാ ആണുങ്ങളെ ഇതിൻ്റെ അകത്ത് വിളിച്ച് കയറ്റുന്നതെന്ന്. ചെല്ലമ്മാൻ്റെ പിറ്റേ ദിവസം അവരുമായിട്ട് പൊരിഞ്ഞു ഉടക്കായി. രാവിലെ നമുക്ക് ഏത് ബാത്റൂമിൽ പോകണമെന്നൊന്നും അറിയത്തില്ലല്ലോ. അവിടെ അവർ രാവിലെ ഇല്ലായിരുന്നു, എവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയും ചെല്ലമ്മേൻ്റെയും അകത്ത് വന്ന് ഒരു വാഷ് ബേസിനിൽ, അകത്തൊരു ബാത്റൂമിലെ വാഷ് ബേസിനിൽ ബ്രഷ് ചെയ്തിട്ട് തിരിച്ചിറങ്ങിപ്പോയി. അമ്മ പതുക്കെയാണ് വന്നത്.
ചെല്ലമ്മാൻ്റെ ഇറങ്ങി വന്നപ്പോഴേക്ക് അവർ ചോദിക്കുന്ന ചോദ്യം, നിൻ്റെ കൂടെ അകത്ത് നീ ഒരുത്തിയെ കൊണ്ടുപോയില്ലേ, അവളെ നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് വരുവാന്ന്. ആൻറ്റി തിരിച്ച് ചോദിച്ചു, ഞങ്ങൾ ഒളിച്ചിരിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ നിന്ന് വല്ലതും കട്ടോന്ന്. ഇപ്പോഴത്തെ ട്രെൻഡ് ഡയലോഗ് പോലെ എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മെസ്സേജസ് അയക്കുന്നത് അപ്പോഴപ്പോഴും കാണാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ലതായിരുന്നേനെ. ആ സമയത്ത് ആ സ്പോട്ടിൽ ആരെങ്കിലും ആ ഹോസ്പിറ്റലിൽ വന്ന ബാത്റൂമിൻ്റെ സിറ്റുവേഷൻസൊക്കെ ഒന്ന് കണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കാമായിരുന്നു. മിന്നൽ പരിശോധനകളൊക്കെ പ്രഹസനമാണോ എന്ന് തോന്നിപ്പോകുന്ന സമയമാണ് ഇതൊക്കെ. അതിലും രസമാണ് നമുക്ക് തന്നിട്ടുള്ള കൺട്രോൾ റൂം നമ്പർ. നിങ്ങളാരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഈ പിങ്ക് പോലീസൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഫാത്തിമ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബീച്ച് ഓർക്കിഡ്, കൊല്ലം ബീച്ച് ഓർക്കിഡിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരാൾ കുറച്ച് നേരമായിട്ട് ദൂരെ നിന്ന് ഞങ്ങളെ നോക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത് വന്ന് അയാളുടെ മുണ്ടൊക്കെ മാറ്റി അറിയാമല്ലോ, പ്രദർശനം അങ്ങോട്ട് തുടങ്ങി. ഞങ്ങൾ നോക്കാതെ തിരിഞ്ഞു നിന്നപ്പോൾ അയാൾ ഇത്തിരി അപ്പുറത്തോട്ട് മാറിപ്പോയിട്ട് അവിടെ കിടന്നൊരു കുപ്പി എടുത്ത് അത് അടിച്ച് പൊട്ടിച്ചിട്ട് ആ ചില്ലുണ്ടല്ലോ അത് കയ്യിൽ പിടിച്ചിട്ട്, ഇവിടെ നോക്കടി, നോക്കിയില്ലെങ്കിൽ ഇപ്പോൾ കഴുത്തരിയും കൈ അരിയും എന്നൊക്കെ പറയാൻ തുടങ്ങി. ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് 100 വിളിക്കുക എന്നുള്ളതാണല്ലോ. പിന്നെയായിരുന്നു രസം. ആദ്യത്തെ ഒരു കോൾ കണക്റ്റായി, അവിടുന്ന് വേറൊരു നമ്പർ തന്നു, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ പോലീസിനെ വിളിക്കണം, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ നമ്പറിൽ വിളിച്ചു. അങ്ങനെ ഒരു 15 മിനിറ്റ് അവിടെ നിന്ന് ഒരു 4-5 കോള് ചെയ്തിട്ടും ഒന്നും ഉണ്ടായില്ല. ബസ് വന്നതുകൊണ്ട് അവിടുന്ന് കയറി രക്ഷപ്പെട്ടു. ഇപ്പോൾ പിന്നെ പിങ്ക് പോലീസൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് ആണെന്നാണ് എനിക്കിപ്പോൾ കേട്ടറിവ്. ഇനി വെജിറ്റബിളിനായിട്ട് ഞാൻ ക്യാബേജാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിനെ മെഴുക്ക് പുരട്ടിയെന്നോ തോരനോ ഒക്കെ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ പറയാം. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞ സവാള ഇട്ട് വഴറ്റിയിട്ട് ക്യാബേജ് ഇട്ട് കൊടുത്ത് ഒന്നിളക്കിയിട്ട്, ക്യാബേജിൽ മാത്രം ഞാൻ വെള്ളം ചേർക്കാറേ ഇല്ല കേട്ടോ. ക്യാബേജിൽ ലേശം വെള്ളം ഒഴിച്ചാലും ഇതൊരുപാട് കുഴഞ്ഞു പോകും. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇതിൽ വേറെ ഒന്നും ഇടണ്ട, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക കേട്ടോ. കെറ്റിലിൽ വെള്ളം വെച്ച് സ്വിച്ച് ഓൺ ചെയ്തപ്പോഴേക്ക് കറണ്ട് പോയാൽ എൻ്റെ ഈ കിന്നരി ലൈറ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ ഈ LED ലൈറ്റ്സ് ഒന്നും കത്തത്തില്ല കേട്ടോ. അതൊക്കെ കൊടുത്തിരിക്കുന്ന പ്ലഗ് പോയിന്റ് ഇൻവെർട്ടർ എടുക്കില്ല, മെയിൻ ലൈറ്റ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്തിനാണ് ഈ ലൈറ്റൊക്കെ ഉപയോഗിക്കുന്നതെന്ന്? അതൊക്കെ ഉള്ളപ്പോൾ ഒരു നല്ല വൈബല്ലേ ഇതിൻ്റെ കാണാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അമ്മ പൊടിപ്പിച്ചുകൊണ്ട് വന്ന ഒരു ബക്കറ്റ് മാവ് തീരണമല്ലോ. പൂരിക്കായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാറില്ല, ഉപ്പും വെള്ളവും ചേർത്ത് മാവ് നന്നായിട്ട് കുഴയ്ക്കും. കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റ് ആക്കാറില്ല. പൂരിയുടെ മാവ് ഇത്തിരി കട്ടിയായിട്ടിരിക്കുന്നതാണ് പൂരി പൊങ്ങി വരാൻ നല്ലത്. ചപ്പാത്തി പോലെ സോഫ്റ്റ് ആക്കിയാൽ അത് പൊങ്ങി വരുമ്പോഴത്തേക്ക് പൊട്ടി അതിൽ നിന്ന് കുറച്ച് പുകയും വന്നിട്ട് അതങ്ങ് നേരെ ചപ്പി ഒട്ടിപ്പോവും. ഇത് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് ഇതിൽ റവയൊക്കെ ചേർക്കുന്നൊരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പൂരി കുറച്ച് ഹാർഡായി പോയ പോലെ എനിക്ക് തോന്നി. പൊങ്ങിയൊക്കെ വരും, പക്ഷേ നമ്മൾ ഇനി അത് എത്ര അമർത്തിയാലും അത് ഒടിയത്തില്ല, നല്ല ഹാർഡായിട്ടിരിക്കും. അങ്ങനെ അന്ന് പിയാത്ത ബസ് വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. 10 വർഷം മുമ്പാണ് ഞാൻ ഫാത്തിമ കോളേജിൽ പഠിക്കുന്നത്. കോളേജിൻ്റെ മുമ്പിലുള്ള റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് ചിന്നക്കടയിൽ വന്നാൽ ബീച്ച് റോഡുള്ള ബസ് കിട്ടും. ആ ബസ് കിട്ടിയാൽ എനിക്ക് ഇവിടെ ലില്ലിയംസിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാം. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ സ്ഥിരമാണ് ഈ പ്രദർശനം. കാടിൻ്റെ ഇടയ്ക്കും ആ സ്റ്റേഷൻ്റെ അറ്റത്ത് വക്കത്തും ഒക്കെ ആയിട്ട് നമ്മൾ നടന്ന് കഷ്ടപ്പെട്ട് പോയി സ്റ്റേഷനിലുള്ള ഏതെങ്കിലും ഒരു പോലീസ് വിമാനം കണ്ടുപിടിച്ച് അവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു ചോദിക്കും, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എവിടെയെന്ന്. പോലീസിനെ തപ്പിപ്പോയ നമ്മൾ പിന്നെ പിഴ കൊടുക്കേണ്ടി വരും. പിന്നീട് ഒരു തവണ സഹി കെട്ടിയിട്ട് ഞങ്ങളുടെ കോളേജിൽ ഒരു ചേട്ടൻ തന്നെ 2-3 പേര് ഓടി. പക്ഷേ ആ ചേട്ടൻ വിട്ടുകൊടുക്കാതെ നിർത്താതെ ട്രാക്കിലൂടെ ഒരുപാട് ഓടി അവനെ പിടിച്ച് എല്ലാവരും കൂടെ 2 നല്ല ഇടിയും കൊടുത്തു. എനിക്ക് ഈ ഹോട്ട്സ്റ്റാറൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സീരീസൊക്കെ ഇരുന്ന് കാണുന്ന ഒരു സ്വഭാവമുണ്ട്. 911 എന്നൊരു സീരീസ് ഞാൻ കാണും. അതിൽ ചിലത് കാണുമ്പോൾ കൊതിയായിട്ട് പാടില്ല. എന്തെങ്കിലും പറ്റിയാൽ ഡയൽ ചെയ്ത് എത്ര സെക്കൻഡ്സിനുള്ളിലാണെന്നറിയാവോ വീട്ടിൻ്റെ മുമ്പിൽ പോലീസ് വരുന്നത്. ഞാൻ മെഡിസിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പെങ്കിലും ആരെങ്കിലും ആ ഹോസ്പിറ്റൽ വരെ പോയെങ്കിൽ അവിടെ നടക്കുന്നതൊക്കെ കാണാമായിരുന്നു. FBയിൽ വന്ന കമൻറ്റിൽ ഒരു ഹൈലൈറ്റ് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഉള്ളൊരു ചേച്ചിയാണ്. ഞാൻ പേഴ്സണലി ഞാനുമായിട്ട് ഇൻ്ററാക്ഷൻ ഉണ്ടായിട്ടില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ആ പുള്ളിക്കാരത്തിനെ. അവർ വന്ന് കമൻറ്റ് ചെയ്തേക്കുക, ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ഇവയ്ക്ക് എന്തൊരു ഭവ്യതയും എളിമയൊക്കെ ആയിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ ആവശ്യമില്ലാതെ കിടന്ന് ചാടുന്നത്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാ ആനയാ തേങ്ങയാന്നൊക്കെ. എൻ്റെ കൊച്ചോ ഞാനോ തട്ടിപ്പോകുമെന്ന് എഴുതി തന്നിട്ട് ഞാൻ അവിടെ ഭവ്യതയിൽ നിൽക്കണോ അതോ ഐ വാസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ആ ഫോണിലെങ്ങാണ് അന്നിത്തിരി പവർ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഞാൻ FBയിലൊക്കെ ലൈവ് പോവാമെന്നൊക്കെ ചിന്തിച്ചായിരുന്നു ആ ബാത്റൂമിനകത്ത് കയറിയിട്ട്. പക്ഷേ അവർ നല്ല കോഷ്യസ് ആണ് കേട്ടോ. PDF സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ
എന്നോടിങ്ങനെ കണ്ടിന്യൂസ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഫോൺ കൊണ്ട് കൊടുത്തേരെ എന്ന്. ഞാൻ ആ ചേച്ചിക്ക് അന്ന് തിരിച്ച് കമൻറ്റും കൊടുത്തു. അന്ന് കണ്ടത് ഭവ്യതയല്ല, ഞാൻ എന്തോ ആ സ്റ്റേജിന് പറയേണ്ടത്, എൻ്റെ അവസ്ഥ, എൻ്റെ ഗതികേടാണ് നിങ്ങളന്ന് കണ്ടതെന്ന്. പിന്നെ ഒരു ഡോക്ടർ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ആ ബെഡിൽ കിടക്കുന്ന കൊച്ചിന് വേദനയുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് നോക്കിയേരെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി. ആ ഡോക്ടറാണ് ആ വിവാദത്തിലൊക്കെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പത്രത്തിൽ കണ്ടപ്പോൾ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തതാണ് കേട്ടോ. ആ ഡോക്ടറായിരുന്നു അന്ന് ആ ഡയലോഗ് പറഞ്ഞിട്ട് പോയത്. ഇനിയിപ്പോൾ നമുക്ക് ആ വിഷയം വിടാം, ഒന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. ഇന്നലെ വൈകുന്നേരത്തെ ഫുട്ബോൾ കളി കഴിഞ്ഞ് വന്ന ഒരാൾ ലേശം ഒന്ന് ചുമച്ചായിരുന്നു കേട്ടോ. ആ ചുമ കേട്ടപ്പോൾ എൻ്റെ അബദ്ധത്തിൽ എൻ്റെ വായിൽ നിന്ന് വീണുപോയി, അമ്മ നാളെ ചുമയാണെങ്കിൽ കുക്കുവിനെ വിടണ്ട, വീട്ടിലിരിക്കട്ടെ എന്ന്. പിന്നെ രാത്രി ഫുള്ള്, പിന്നെ ദേ ഇപ്പോൾ നേരം വെളുത്തിട്ടും ഇവനിനി ഇത് അഭിനയിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല, ചുമയോട് ചുമ. ഹോംവർക്ക് നോക്കിയപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി കേട്ടോ. മലയാളം ടെസ്റ്റ് പേപ്പറുണ്ട്, പാഠം 4 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 3 and 4. ഇംഗ്ലീഷും മാത്സും ഒക്കെ ടെസ്റ്റ് പേപ്പർ ആണെങ്കിലും ഹോംവർക്ക് ആണെങ്കിലും പഠിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞാലൊക്കെ എൻ്റെ കുഞ്ഞ് വളരെ ഇൻട്രസ്റ്റോടെ അതൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ പഠിക്കാനുള്ളത് ഹിന്ദിയോ മലയാളമോ ആണെങ്കിൽ തലേന്നേ അടവ് തുടങ്ങും. പക്ഷേ ഇതിപ്പോൾ രാവിലെ ചുമ ഇത്തിരി കാര്യമായിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ സപ്പോർട്ടിന് നിമ്മലയും ഉണ്ടല്ലോ, അങ്ങനെ നിമ്മലയും കൂടെ പറഞ്ഞിട്ട് ഏതായാലും ഇന്ന് സ്കൂളിൽ വിടണ്ടെന്ന് തീരുമാനിച്ചു. അമ്മ ഇന്ന് വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് കേട്ടോ. 2-3 ദിവസമായില്ലേ ഇവിടെ വന്ന് നിന്നിട്ട്. വീടൊക്കെ ഒന്ന് തൂത്ത് ഒന്ന് തുടച്ചേച്ച് വരാമെന്നും പറഞ്ഞാൽ പോകുന്നത്. ഒരു മഴ പെയ്താൽ ഇതാണ് ഈ പുറകിലത്തെ ഏരിയയുടെ അവസ്ഥ. മേലെ 2-3 ഇടത്ത് ലേശം ചോർച്ചയുണ്ട്. ഒരു ഷെഡ് പോലാണ് കേട്ടോ, ആസ്പെറ്റോസ് ഷീറ്റാണ് മേലിലിട്ടിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ വെള്ളം വീഴുമ്പോൾ അവിടുന്ന് മണ്ണും തെറിച്ച് വീഴും. വറുക്കാനായിട്ട് ഒരു ചുവന്ന മീനും പിന്നെ 2-3 പീസ് ചൂരയാണ് ഉണ്ടായിരുന്നത്. അമ്മ പതിവ് പോലെ ബിന്നിലുള്ള 3 തുണിയായിട്ട് അലക്കാൻ പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇനി മുറ്റം തൂത്തിട്ട് ആളകത്ത് കയറും. ഈ ചുവന്ന മീൻ ഇളകി വരാൻ നല്ല പാടാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ സെറ്റപ്പൊക്കെ. കറിവേപ്പിലയിട്ട് മീൻ വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു സൈഡ് മൊരിയുമ്പോൾ ഞാൻ ഇനി അത് ഓഫ് ചെയ്യും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്തേ തിരിച്ചിടുകയുള്ളൂ, പെട്ടെന്ന് പൊടിയും ആ സാധനം. അത് കഴിഞ്ഞിട്ട് അരി വാർത്തിട്ടു. ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്ത ആ ചൂടുവെള്ളമാണ് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ചോറ് വയ്ക്കുന്ന കുക്കർ ഞാൻ കൈയോടെ അങ്ങ് കഴുകി വെക്കും കേട്ടോ. ആ വിസിലിൻ്റെ ഇടയിലൊക്കെ ചോറ് കയറി കഴിഞ്ഞാൽ, വിസിലല്ല വെയിറ്റിൻ്റെ ഇടയിലൊക്കെ ചോറ് കയറി ഇരുന്നാൽ ഇത് പൊട്ടിത്തെറിക്കും. ഞാൻ ഈ ഇടയായിട്ട് ഗിഫ്റ്റ് കൊടുത്തൊരു കുക്കർ പൊട്ടിത്തെറിച്ചു എന്ന് കേട്ടു, അതിൽ പൊടിയരിക്കഞ്ഞി വെച്ചപ്പോൾ. കുക്കുച്ചേട്ട അവിടെ ചെയറിലിരുന്ന് പാല് കുടിച്ചതും കണ്ടിട്ടാണ് നിലു എണീറ്റ് വന്നത്. അപ്പോൾ അവനും അതേ ചെയറിലിരുന്ന് പാല് കുടിക്കണം. ഇങ്ങനെയൊക്കെ ഇരിക്കും, പക്ഷേ ഇത് ഒരുപാട് ചരിഞ്ഞങ്ങ് താഴെ വീഴും. അതുകൊണ്ട് ഞാനത് ആ ഷെൽഫിൽ കൊള്ളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഷെൽഫ് പണ്ടൊരു ജനലായിരുന്നു, അത് പിന്നെ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. നമ്മൾ സ്റ്റെയർ റൂം അകത്ത് പിന്നെ കെട്ടിയതാണ്. അമ്മ പോകുമ്പോൾ കൂടെ ഈ 2 പേരും പോകുന്നുണ്ട് കേട്ടോ. 3 പേരും കൂടെ അവിടെ ഇരിക്കാം, ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് ചെന്ന് വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നിലുവിനെ നോക്കാനായിട്ടാണ് കുക്കുവിനെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിപ്പോൾ അവിടുത്തെ തൂക്കലും തുടക്കലും ഒന്നും നടക്കില്ല. അമ്മ 2 പേരെയും നോക്കി അവിടെ അങ്ങ് ഇരിക്കും 3 മണി വരെ. അതാണ് നടക്കാൻ പോകുന്നത്. അപ്പോഴേക്ക് കറണ്ട് വന്നു. ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഞാനിന്ന് ഉണ്ടാക്കുന്നില്ല. ഇന്നലത്തെ ഗ്രീൻ പീസും ബീൻസും ഒക്കെ ഇട്ട് വെച്ച കറി കുറച്ച് ബാക്കിയുണ്ട്. അത് ചൂടാക്കിയെടുത്താൽ പൂരിയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. പൂരി ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും തീ ഫുള്ളിലാട്ടോ വെക്കുന്നത്. തീ ഒന്ന് കുറഞ്ഞാൽ ഈ സാധനം പൊങ്ങില്ല. പിന്നെ നമ്മൾ തീ കൂട്ടാൻ നിന്നാൽ കരിയുകയും ചെയ്യും. മമ്മി പക്ഷേ പൂരി പരത്തുമ്പോൾ അത് മാവിട്ട് തന്നെ പരത്തും, എന്നാൽ നല്ലപോലെ പൊങ്ങി വരികയും ചെയ്യും. പക്ഷെ ഞാൻ മാവിട്ട് പരത്തി കഴിഞ്ഞാൽ പൊങ്ങി വരില്ല. എനിക്ക് എണ്ണയിട്ട് തന്നെ പരത്തിയാലേ പൊങ്ങി കിട്ടത്തുള്ളൂ. ഈ അവൻ ഞാൻ ഓൺലൈൻ മേടിച്ചതല്ല കേട്ടോ. ആലൻ്റെ ഒരു അങ്കിള്, ടോമി അങ്കിളുടെ ഹൗസ് വാമിങ്ങിന് അങ്കിളിന് ഗിഫ്റ്റ് മേടിക്കാൻ പോയപ്പോൾ വാങ്ങിയതാണ് അവനും കെറ്റിലും. രണ്ടും ഒരുമിച്ച് മേടിച്ചതാണ്. പിന്നെ അവിടെ കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഐറ്റംസ് എന്തൊക്കെയോ ഇതൊക്കെ ചേർത്തായിരുന്നു ബില്ലിങ്. എക്സാക്ട് റേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, അറൗണ്ട് 12K ആണെന്ന് തോന്നുന്നു. ഗോദ്രജിൻ്റെയാണ് അവൻ. പിന്നെ കുക്കു സ്കൂളിൽ പോകുന്നില്ലെങ്കിലും ഇവിടുന്ന് 3 കുട്ടികൾ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് 3 പേർക്കുള്ള ലഞ്ച് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അമ്മയ്ക്ക് അവിടുത്തെ നാട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. ആളിങ്ങനെ അവിടെ പാറി പറന്ന് നടക്കും നിലുവായിട്ട്. എല്ലാ വീടുകളിലും ഒക്കെ പോയിരുന്ന വർത്താനമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ അവിടെ എല്ലാവർക്കും നിലുവിനെ വലിയ കാര്യമാട്ടോ. അമ്മ ഈ പോയിരിക്കുന്ന വീട്ടിലെ കുട്ടികളൊക്കെ അവനെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ. അതുകൊണ്ട് അവർ പോയിട്ട് ഇനി വൈകുന്നേരം 5:30 ആകുമ്പോഴേ വരുന്നുള്ളൂ. അപ്പം വിളിക്കാൻ ചെന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് വേണമല്ലോ. ഇത് ഈ വീഡിയോയിൽ മാത്രമാണോ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ചെറിയ പാത്രങ്ങളൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ വലുതായിട്ട് തോന്നിക്കും, വലിയ പാത്രങ്ങളൊക്കെ വീഡിയോയിൽ ചെറുതായിട്ടും തോന്നിക്കും. ഇതൊരു വലിയ ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. അതിലേക്ക് അവർക്ക് 3 പേർക്കും ഉള്ള ചോറും കുറച്ച് ക്യാബേജും പിന്നെ ഒരു വറുത്ത മീനും എടുത്തു വെച്ചു. അതിൻ്റെ തല അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്, അമ്മ കഴിക്കും. താഴോട്ടുള്ള പാർട്സ് പിള്ളേർക്കും കൊടുക്കാമല്ലോ. പിന്നെ കുറച്ച് സൂപ്പോ തലക്കറിയോ ഇനിയിപ്പോൾ എന്താ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ആ കറിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുക്കു സാറിൻ്റെ കിറ്റ് ഫ്രീ ആണല്ലോ, അപ്പോൾ ഇതെല്ലാം കൂടെ സാറിൻ്റെ കിറ്റിലേക്ക് എടുത്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഏത് കമ്പനിയുടെ അവൻ വാങ്ങിച്ചാലും നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഹാൻഡ് ബുക്ക് കിട്ടും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വെക്കുന്ന ഐറ്റം ഏത്, അത് ഗ്രില്ല് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ,
കേക്ക് ബേക്ക് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ അവൻ എത്ര നേരം ഏത് ടെമ്പറേച്ചറിൽ പ്രീ ഹീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എത്ര നേരം വെക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ അവൻ്റെ ബുക്ക് നോക്കി നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, നിങ്ങൾ വാങ്ങിക്കുന്ന അവനെ ബേസ് ചെയ്തിട്ടിരിക്കും അത്. പിന്നെ അവനകത്ത് വെക്കുന്ന പാത്രങ്ങൾ അത് ഗ്ലാസ്സോ സെറാമിക്കോ ആയിരിക്കണം. നമ്മുടെ ഈ സ്റ്റീൽ പാത്രങ്ങൾ അതൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടപ്പർവെയർ ഒക്കെ ഇല്ലേ, നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത്, അത് മിക്കതും നമുക്ക് അവൻ ഫ്രണ്ട്ലി ആയിരിക്കും, അതിൻ്റെ അകത്ത് തന്നെ വെച്ച് ചൂടാക്കാൻ പറ്റും. പിന്നെ ഏത് പാത്രം വെക്കുന്നതിന് മുമ്പും പ്ലാസ്റ്റിക് പാത്രങ്ങൾ വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബോട്ടം സൈഡ് നോക്കിയാൽ അതിൽ ലേബൽ ഉണ്ടാവും, മൈക്രോവേവ് സേഫ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം അത് അവനിലോട്ട് വെക്കുക. മമ്മി എന്നോട് ഒരുപാട് പറഞ്ഞിട്ടാണ് ഞാൻ അവൻ വാങ്ങിക്കുന്നത്. ആദ്യമൊക്കെ ഇതിൻ്റെ ഉപയോഗം എന്താ, നമുക്കത് വേണ്ടല്ലോ എന്നൊക്കെയായിരുന്നു ചിന്ത. പക്ഷേ മമ്മി പറഞ്ഞത് കേട്ട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇതുപോലെ വർക്കിംഗ് ആയിട്ടുള്ള വുമണിനാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ. ഒരു ഗ്ലാസ് ബൗളിലോ സെറാമിക് ബൗളിലോ ബാക്കി വരുന്ന കറിയോ ചോറോ ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലാക്കിയാൽ അത് എടുക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ ചൂടാക്കി എടുക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു അവൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് വെച്ച് ഒരു പ്ലേറ്റ് ചോറും കറികളും അടക്കം ഒന്നിച്ച് ചൂടാക്കിയെടുക്കാം. പിന്നെ ഞാനൊരു 8-8:30 ആകുമ്പോഴത്തേക്ക് ഒരുങ്ങാനായിട്ട് പോവും. ആ സമയത്തിന് മുമ്പാണല്ലോ ഇവിടുത്തെ ചോറും കറികളൊക്കെ ആവുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമ്പോൾ ലേശം ചൂടാക്കണമെന്ന് തോന്നിയാൽ മിക്ക ദിവസവും അങ്ങനെ ചൂടാക്കും. ഇപ്പോൾ ഈ മഴയും കൂടെ ആയതുകൊണ്ട് ചൂടായിട്ടിരിക്കണമല്ലോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ചോദിച്ച ഈ അവനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഡീറ്റെയിലിങ്. പിന്നെ ഗോദ്രജ് തന്നെ വാങ്ങിച്ചാൽ ഞാൻ ഗോദ്രജ് റെക്കമെൻഡ് ചെയ്യും, നല്ലതാണ്. അവിടെ ഒരു അട്ട കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇറങ്ങി ചെന്നപ്പോൾ അത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ എനിക്ക് വീട് തുടയ്ക്കണമായിരുന്നുകൊണ്ട് അമ്മ അവനെയും കൊണ്ട് ലില്ലിയംസിൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. ബൊബ്ബോ, ന്യാവു, കോഴി, ബപ്പപ്പൈ, ബട്ടർഫ്ലൈക്കാണ് കേട്ടോ. ഇത് ഇത്രയും പറയും. ബാക്കി എല്ലാ ജീവിയും അവന് മാമ്പുവാണ്. മാമ്പോന്നോ പാമ്പോന്നോ ഒക്കെ പറയും ഇടയ്ക്ക്. ഏതായാലും ആ സാധനത്തിനെ കണ്ട പാടെ എൻ്റെ ഷൂ എടുത്തുകൊണ്ട് പോയി അടിച്ചു കൊന്നു. അത് നല്ല ശീലമല്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലല്ലോ. അത് നമ്മളെ ഒന്നും ചെയ്യില്ല, എടുത്തു കളഞ്ഞാൽ മതിയെന്ന് അവനോട് ഏത് ഭാഷയിലാണ് ഞാനിപ്പോൾ പറയുക. ഞാൻ കിച്ചണിലായിരുന്ന സമയത്ത് അമ്മ 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓഡിയോയുടെ ഇടയിൽ കേൾക്കുന്നത് സേറമോളുടെ വീട്ടിലെ കോഴിയാണ്. എൻ്റെ യൂട്യൂബർ ജീവിതത്തിന് ആ കോഴി ഒരു തടസ്സമാവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അമ്മയും നിലുവും കൂടെ അപ്പുറത്തേക്ക് പോയി. കുക്കു സാർ അവിടെ ടേബിളിലിരുന്ന് ഫോൺ കാണുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലല്ലോ, അതായത് ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ലല്ലോ. നിമ്മലയുടെ വീട്ടിലാണെങ്കിൽ വൈഫൈയും ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഫോൺ ലോക്കാവും. 2 hours ഉള്ളൂ വീക്ക് ഡേയ്സ്. അത് കഴിയുമ്പോൾ അമ്മ അത് അഴിച്ചു തരണമെന്ന് കണ്ടിന്യൂസ് ആയിട്ട് 5 മിനിറ്റിൽ ഒരു തവണ പുട്ടിന് പീര ഇടുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. വീട് ആക്ച്വലി 2 ദിവസം കഴിഞ്ഞിട്ട് തുടച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇന്നലെ ആൻ്റണി ഇങ്ങ് വീട്ടിൽ കയറി വന്നു കേട്ടോ. ആൻ്റണി ഇവിടെ ഉള്ളൊരു പട്ടിയാണ് കേട്ടോ. ഇവിടുത്തെ പട്ടികൾക്കൊക്കെ നല്ല രസകരമായ പേരുകളാണ്. ആൻ്റണി, പുഷ്പലത, ഷിബു, അങ്ങനെ. ഇനിയൊരു സ്പെഷ്യൽ ആളുണ്ട്, താര. അവൾ ചെറുതായിരുന്നപ്പോൾ റോഡ് പണി നടക്കുന്ന താറിൽ ആളൊന്ന് വീണായിരുന്നു. അങ്ങനെ താറിൽ വീണ പട്ടിക്ക് താര എന്ന പേര്. ഞങ്ങൾ സന്ധ്യയ്ക്ക് ഈ കടപ്പുറത്തും പുറത്ത് പറമ്പിലും ഒക്കെ ഇരിക്കും എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ഇതിനൊക്കെ എന്തെങ്കിലും കൊടുക്കും കേട്ടോ. ഞങ്ങൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ആലനും ഗ്യാങ്ങും ഒക്കെ കൊടുക്കും. ആൻ്റണി അതുകൊണ്ട് ആലനെ തിരക്കി വീട്ടിൽ വന്നതാണ്. ഞാൻ എത്ര ഓടിച്ചിട്ടും അവൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയില്ല. അവൻ വീട് മൊത്തം കിടന്ന് ഓടി ആലനെ തിരക്കിയിട്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഒന്ന് തുടയ്ക്കാമെന്ന്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, പുറത്ത് നല്ല മഴയായിരുന്നു അവൻ വന്ന ടൈമിൽ. അവൻ്റെ കാലിൽ നിന്നുള്ള ചെളിയും പൊടിയും എല്ലാം ഇതിനകത്തെല്ലാം ആയി. ആലനാണെങ്കിൽ ആ സമയത്ത് വൈകുന്നേരത്തെ പഴംപൊരി മേടിക്കാൻ പുറത്തു പോയിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കൊച്ചുവപ്പേനെ വിളിച്ചു. കൊച്ചുവപ്പ അകത്ത് വന്നിട്ടാണ് ഒരു വടിയൊക്കെ എടുത്ത് ആളെ ഓട്ടിച്ചത്. അങ്ങനെ എൻ്റെ പണിയൊക്കെ തീർന്നപ്പോഴേക്ക് സമയം ഇത്തിരി വൈകിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പാക്ക് ചെയ്തെടുത്തു. ഇതിൽ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഞാനിത് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. സ്കൂളിൽ എല്ലാ വർഷവും ഞങ്ങളൊരു ടാലൻറ്റ് ഫെസ്റ്റ് നടത്തും കേട്ടോ. അതിൽ ബെസ്റ്റ് സിംഗറേയും ബെസ്റ്റ് മ്യൂസിക് പ്ലെയറേയും ബെസ്റ്റ് ഡാൻസറേയും ബെസ്റ്റ് ഗ്രൂപ്പ് ഡാൻസറേയും ബെസ്റ്റ് റെസിറ്റേറ്ററേയും ഒക്കെ തിരഞ്ഞെടുത്ത് അവസാനം പ്രൈസും കൊടുക്കും. അത് നാളെയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടോ സ്കൂളിൽ. മാക്സിമം ഉച്ചയ്ക്ക് വരാതിരുന്നാൽ എനിക്ക് അത്രയും പണി കൂടെ അവിടെ നിന്ന് തീർക്കാമല്ലോ. സ്കൂളിലെ ഇവൻറ്റ്സൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. ഇനി ഇവരെ വീട്ടിലാക്കിയിട്ട് നേരെ സ്കൂളിലോട്ട്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.